വെൽക്കം ടു എജ്യൂഗ്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇട്ട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറക്ഷൻ ടൈം വരുന്നത് ഇന്ന് 3:59 വരെയാണ്. അതിനുശേഷം നമ്മുടെ ഒഫീഷ്യൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പുറത്തേക്ക് വിടും. അപ്പോൾ ഒഫീഷ്യൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഫ്രീസ് ചെയ്യണോ, ഫ്ലോട്ട് ചെയ്യണോ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യണം, അലോട്ട്മെൻറ്റ് കിട്ടിയവർ എന്ത് ചെയ്യണം, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, കോളേജിലേക്ക് ഫിസിക്കലായി പോകണം, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഡൗട്ട്സൊക്കെ നമ്മൾ വീഡിയോയിൽ ക്ലിയർ ആക്കാൻ പോകുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കോളേജിലേക്ക് പോകണോ വേണ്ടയോ, ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആരൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം, ആരൊക്കെ ചെയ്യേണ്ട, ആരൊക്കെ ഫിസിക്കലായിട്ട് പോകണം, എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ നോക്കുക. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്ത് ചെയ്യണം ഒക്കെ വീഡിയോയിൽ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആവുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, വീണ്ടും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം, വീണ്ടും പുതിയതായിട്ട് ചോയ്സ് ഫിൽ ചെയ്യണം, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഒക്കെ ഇതിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ MCC 2026 റൗണ്ട് 1 അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം ഇനി എന്ത് ചെയ്യണം, അതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് ചോയ്സ് ഫില്ലിങ്ങിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ, ഇപ്പോൾ എയിംസ് ഡൽഹി കൊടുത്ത് ഫസ്റ്റ് ഓപ്ഷൻ എയിംസ് ഡൽഹി കൊടുത്തൊരു കുട്ടിക്ക് എയിംസ് ഡൽഹി കിട്ടിയെങ്കിൽ ആ കുട്ടി അവിടെ ചേരും. കാരണം ആ കുട്ടിയുടെ ഡ്രീം കോളേജ്, ആ കുട്ടിയുടെ ഫസ്റ്റ് കോളേജ് കിട്ടിയ അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചൂസ് ചെയ്യുക, ഫ്രീസ്. അപ്പോൾ ഫ്രീസ് എടുത്ത് എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ഫ്രീസ് എടുക്കുകയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം, നമ്മൾ ഓൾറെഡി MCCയുടെ വീഡിയോ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ ഫ്രീസ് എടുക്കുകയാണെങ്കിൽ MCCയുടെ അണ്ടറിൽ ഫ്രീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കോളേജിലേക്ക് ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യൽ നിർബന്ധമാണ്. ഫ്ലോട്ട് പോലെയല്ല, ഫ്രീസ് ആകുമ്പോൾ ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഫിസിക്കലായിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് വേണം. ആ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, അലോട്ട്മെൻറ്റ് ലെറ്റർ വേണം. അലോട്ട്മെൻറ്റ് ലെറ്ററൊക്കെ എന്തെങ്കിലും ഒഫീഷ്യൽ അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. അത് പ്രിൻ്റ് എടുത്ത് വെക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അതൊക്കെ ഫിസിക്കലായിട്ട് കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കോളേജിലേക്ക് പോകും വേണം, അതിൻ്റെ ഒപ്പം തന്നെ ഫിസിക്കലായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഫ്രീസ് എടുക്കണവർ. ഇനി അതല്ല, കുറേ ആൾക്കാർക്ക് ഇനിയിപ്പോൾ അടുത്ത് വരുന്ന ഡൗട്ടാണ്, ഞാൻ ചോയ്സ് ഫില്ലിങ്ങിൽ കൊടുത്ത 10ാമത്തെ കോളേജാണ് കിട്ടിയത്, ഞാൻ ഫ്രീസ് കൊടുക്കണോ ഫ്ലോട്ട് കൊടുക്കണോ കൺഫ്യൂഷനിലാണ്, എനിക്ക് ഇനി അപ്ഡേഷൻസ് കിട്ടുമോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്കുള്ള കോളേജ് കിട്ടാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉള്ളവരുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുക, അവരുടെ റാങ്ക് വെച്ചിട്ട് കറക്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഇപ്പോൾ ആ കുട്ടിക്ക് 100 ഓപ്ഷനാണ് ആ കുട്ടി കൊടുത്ത ചോയ്സ് ഫില്ലിങ്ങിൽ. ആ കുട്ടിയുടെ 50ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയത്. അപ്പോൾ കുട്ടിയുടെ ഡ്രീമിലല്ല ഇപ്പോൾ എത്തിയില്ല. ഡ്രീം കോളേജ് പറയുന്ന ആദ്യത്തെ 10 കുട്ടിയുടെ ഡ്രീം കോളേജസ് എന്ന് വിചാരിക്കുക. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുക, ഫ്രീസ് എടുക്കണോ ഡൗട്ടാണ്. അപ്പോൾ ആ കുട്ടിയുടെ റാങ്ക് വെച്ചിട്ട് നോക്കുക, എന്താ അടുത്തൊരു അലോട്ട്മെൻറ്റിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എനിക്ക് ഇനിയും അപ്ഗ്രഡേഷൻ വരാൻ ചാൻസ് ഉണ്ടോ, അതിനനുസരിച്ച് നിങ്ങൾ ഫ്രീസ് അല്ലെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലോട്ട് കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 50ൻ്റെ മുകളിലേക്ക് 40ാമത്തെ കോളേജ് കിട്ടിയെന്ന് വരാം, 35ാമത്തെ കിട്ടിയെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താഴെ ഇല്ലേന്ന് മുകളിലേക്ക് വന്ന്, ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ചേഞ്ച് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ചേരാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ലോജിക്കിന് കറക്റ്റായിട്ടൊരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീസും ഫ്ലോട്ടും ചൂസ് ചെയ്യുക. ഇനി അതല്ല, ലാസ്റ്റ് ഫ്രീസായിട്ട് ചൂസ് ചെയ്തിട്ട് പിന്നെ ആ കോളേജ് ചെന്നിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയപ്പോഴത്തേന് നിങ്ങളെക്കാട്ടിയൊക്കെ റാങ്ക് താഴെ ഇല്ലവർ എന്ത് ചെയ്തിരിക്കണ്, വേറെ കോളേജസിൽ കയറിയിരിക്കണം, ഏറ്റവും മുകളിലെ കോളേജിൽ കയറിക്കണം. അപ്പോൾ പിന്നെ റിഗ്രറ്റ് അടിക്കാൻ പാടില്ല, എന്ത് ഫ്രീസ് കൊടുക്കേണ്ടിയിരുന്നില്ല, ഫ്ലോട്ട് കൊടുത്താൽ മതിയായിരുന്നു, അങ്ങനെയാണ് എനിക്കും ഡ്രീം കോളേജിൽ എത്തായിരുന്നില്ല, അങ്ങനെ റിഗ്രറ്റ് വരരുത്. അപ്പോൾ നിങ്ങളുടെ ലോജിക്കിന് കറക്റ്റായിട്ടൊരു ഇത് വെച്ചിട്ട് ഫ്രീസോ ഫ്ലോട്ടോ നിങ്ങൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഫ്രീസ് ചൂസ് ചെയ്യണവരാണെങ്കിൽ ഫിസിക്കലായിട്ട് കോളേജിലേക്ക് റിപ്പോർട്ട് ചെയ്യൽ എന്താണ്, നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വേണം, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഫ്രീസിങ് ചെയ്യണവർ ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഡേറ്റ്, ആ ഡേറ്റിന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ 22 നാളെ മുതൽ 31 ഓഗസ്റ്റ് 31 വരെയാണ് നിങ്ങൾക്ക് കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം. അതെന്തിന് എത്ര ടൈം വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ കേരളത്തിലൊരു കുട്ടിക്ക് എയിംസ് ഡൽഹി കിട്ടി, അത്യാവശ്യം ലോങ് ആണ്, അവിടെ പോയി വരണ്ടേ, അവിടേക്ക് ഫിസിക്കലായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇല്ല, കേരളത്തിലെ കുട്ടിക്ക് തമിഴ്നാട് കിട്ടി, കർണാടക കിട്ടി, ആന്ധ്ര കിട്ടി, അപ്പോൾ അവരൊക്കെ ഫിസിക്കൽ റിപ്പോർട്ട് ചെയ്യാൻ ടൈം എടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾ അത്യാവശ്യം നേരത്തെ തന്നെ പോയിട്ട് കോളേജിൽ നിങ്ങളവിടെ ഫ്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് പോയിട്ട് അവിടെ എന്ത് ചെയ്യുക, സീറ്റ് എടുക്കുക. ഓക്കെ, അതാണ് ഫ്രീസ് എടുത്താൽ. നിങ്ങളാണ് ഫ്രീസിൻ്റെ അണ്ടറിൽ. ഇനി ഫ്ലോട്ട് എടുത്താൽ എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 ഓപ്ഷൻ കൊടുത്ത കുട്ടിക്ക് 50ാമത്തെ കോളേജിൽ സീറ്റ് കിട്ടി. ആ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്, എന്ത്, ആ കുട്ടിക്ക് ഇനി അപ്ഡേഷൻ കൊടുത്താൽ അതിൻ്റെ മുകളിലത്തെ കോളേജ് കിട്ടുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യുക, ഫ്ലോട്ട് കൊടുക്കുക. ഫ്ലോട്ട് കൊടുത്താൽ നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്ലോട്ട് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കോളേജിലേക്ക് ഫിസിക്കലായിട്ട് പോകേണ്ട, പകരം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാണ്ട്. ഈ ഓൺലൈൻ അപ്ഡേഷൻ അപ്ലോഡ് ചെയ്യാനുള്ള കാര്യം ഫ്രീസിംഗുകാർക്കും ഫ്ലോട്ടിംഗുകാർക്കും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഫ്രീസ് ചെയ്യണവരാണെങ്കിൽ ഫ്ലോട്ട് ചെയ്യണവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അത് ഏകദേശം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ MCCയിലെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട്, കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ് ലാസ്റ്റ് പറയാം. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, MCC പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ്, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ വരും, അലോട്ട്മെൻറ്റ് ലെറ്റർ, അതൊക്കെ ഏകദേശം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാലാണ് അലോട്ട്മെൻറ്റ് മെമ്മോ അലോട്ട്മെൻറ്റ് ലെറ്ററൊക്കെ വരിക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. ഇനി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവുക, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് അപ്പോൾ അതിൽ മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക,
മിസ്റ്റേക്ക് വന്നാൽ MCC തന്നെ ഒരു നോട്ടിഫിക്കേഷൻ അയക്കും, എന്ത് ഇങ്ങനെ മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങളത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റായിട്ട് വീണ്ടും അവരൊരു ടൈം പറയും, ആ ടൈമിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. ഇനി ഫ്രീസറാണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനായിട്ട് അവരെന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യും വേണം. ഫ്രീസർ ഫിസിക്കലായിട്ട് കോളേജിൽ പോകുമ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കും വേണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെച്ച് പോകുമ്പോൾ ഡോക്യുമെൻറ്റ്സിലെല്ലാം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പേരിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യുക, അതിനെ തെളിയിക്കണ വേറെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കാൻ നോക്കുക. ഫ്രീസിന് കോളേജിൽ പോകുമ്പോൾ ചില ഡോക്യുമെൻറ്റ്സിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെ റെഡിയാക്കണം വേറെ ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ എക്സാമ്പിൾ എന്താ വെച്ചാൽ നിങ്ങളുടെ അഡ്രസ്സോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒരു പ്രൂഫായിട്ട് വെക്കുക. അപ്പോൾ വേറൊരു പ്രൂഫ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കയ്യിൽ വെക്കുക. അപ്പോൾ ഇത്രയും മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ ഫ്ലോട്ട് ആയൊരു എന്ത് ചെയ്യേണ്ട, ഫിസിക്കലായിട്ട് കോളേജിലേക്ക് പോകേണ്ട. ഫ്രീസ് ആയൊരു ഫിസിക്കലായിട്ട് കോളേജിൽ പോകണം. നിങ്ങളുടെ ഐഡിക്ക് നിങ്ങൾ ഫ്ലോട്ടിങ്ങും ഫ്രീസിങ്ങും തിരഞ്ഞെടുക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കോളേജ് കിട്ടി, നിങ്ങൾക്ക് ഇനിയും അപ്ഗ്രഡേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലത്തെ കോളേജ് കിട്ടുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫ്ലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീസ് കൊടുത്തിട്ട് ആ കോളേജിൽ അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അതാണ് ഫ്ലോട്ട്. അപ്പോൾ ഫ്ലോട്ടിൽ എന്ത് ചെയ്യണം, നിങ്ങൾ MCC പോർട്ടൽ വഴി എന്ത് ചെയ്യണം, അപ്ഗ്രഡേഷന് വില്ലിങ്നെസ് കൊടുക്കണം. എന്നിട്ട് ബാക്കി ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾ ഫ്ലോട്ടിങ്ങിനെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതല്ല മൂന്നാമത്തെ ഒരു ആൾക്കാരാണ് എന്ത്, റൗണ്ട് 1 സീറ്റേ കിട്ടിയിട്ടില്ല. അവർക്ക് റൗണ്ട് 1 എന്തില്ല, സീറ്റ് കിട്ടിയില്ല. അവരെന്ത് ചെയ്യണം, അപ്പോൾ റൗണ്ട് 1 സീറ്റ് കിട്ടാത്തവരെന്ത് ചെയ്യുക, ഒരിക്കലും ടെൻഷൻ ആവേണ്ട, പാനിക് ആവേണ്ട. റൗണ്ട് 1 സീറ്റ് കിട്ടിയില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, റൗണ്ട് 2 നേരെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇനി അടുത്ത റൗണ്ട് 1 സീറ്റ് കിട്ടി, ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, ഓക്കെ, റൗണ്ട് 1 സീറ്റ് കിട്ടി, നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പോകാൻ താല്പര്യമില്ല, ഇല്ലെങ്കിൽ റൗണ്ട് 1 സീറ്റ് കിട്ടിയത് നിങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷനാണത് ഫ്രീ എക്സിറ്റ്. അത് റൗണ്ട് 1 മാത്രമല്ല കാര്യമാണ്. അതിനെ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ റൗണ്ട് 2 റൗണ്ട് 3 ഫ്രീ എക്സിറ്റ് എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ റൗണ്ട് 1 ഫ്രീ എക്സിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്രീസ് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു പ്രശ്നമില്ല. നിങ്ങൾ അടച്ചാൽ നിങ്ങളുടെ ആ ഒരു റീഫണ്ട് കിട്ടേണ്ട ആ ഒരു എമൗണ്ട് ഫോർഫീറ്റഡ് ആവില്ല, ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് റൗണ്ട് എന്താണ്, ഫ്രീ എക്സിറ്റ് ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസ് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലോട്ട് എടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രീ എക്സിറ്റ് ചെയ്യുക. പക്ഷേ റൗണ്ട് 2 അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ റൗണ്ട് 1 സീറ്റ് കിട്ടി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനോ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റൗണ്ട് 1 ഫ്രീ എക്സിറ്റ് നിർബന്ധിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഒന്നെങ്കിൽ ഫ്രീ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീസ് ആണെങ്കിൽ ഫ്രീസ് ചെയ്യുക, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ ഇനി ഈ 3 കാര്യത്തിൽ നിങ്ങളുടെ ലോജിക്കിനനുസരിച്ചിട്ട് ഒരു കാര്യം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി ലാസ്റ്റായിട്ട് ഒന്നുകൂടി പറയുകയാണ്, ഫ്ലോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ഗ്രഡേഷന് കൊടുക്കുക, ഓൺലൈൻ പ്രോസസ്സ് അടുത്ത റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫ്രീസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സീറ്റ് കൺഫേം ചെയ്തിട്ട് ഫിസിക്കലായിട്ട് കോളേജിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കയ്യിൽ വെക്കുക. ഡോക്യുമെൻറ്റ്സ് അതേപോലെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇനി അതല്ല സീറ്റ് കിട്ടിയിട്ടേ ഇല്ല, അവരെന്ത് ചെയ്യുക, റൗണ്ട് 2 എന്ത് ചെയ്യുക, റൗണ്ട് 2 നിങ്ങൾക്ക് വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇനി റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി റൗണ്ട് 1 രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, റൗണ്ട് 2 വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ റൗണ്ട് 1 രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ റൗണ്ട് 2 രജിസ്റ്റർ ചെയ്യേണ്ട, നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, ചോയ്സ് ഫില്ല് ചെയ്യണം. വീണ്ടും ചോയ്സ് ഫില്ല് ചെയ്യണമെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും, വീണ്ടും ചോയ്സ് ഫില്ല് ചെയ്യൽ നിർബന്ധമാണ്. റൗണ്ട് 1 ചോയ്സ് ഫില്ലിങ് അതോടെ കഴിഞ്ഞ്, അപ്പോൾ റൗണ്ട് 2 നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ എന്ത് ചെയ്യണം, ചോയ്സ് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ റൗണ്ട് 1 റൗണ്ട് 2 അങ്ങനെ ചെയ്യുക. ഇനി റൗണ്ട് 1 ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരാളാണ്, അയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, റൗണ്ട് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുക, വീണ്ടും രജിസ്റ്റർ ചെയ്യുക, രജിസ്ട്രേഷൻ ഫീ ഒക്കെ കൊടുത്തിട്ട് റൗണ്ട് 2 മുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. റൗണ്ട് 1 ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ റൗണ്ട് 2 എന്ത് ചെയ്യേണ്ട, രജിസ്റ്റർ ചെയ്യേണ്ട. ഓക്കെ, ഇനി അടുത്തത് ഫ്ലോട്ട് കൊടുത്തവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഡേറ്റ് പറഞ്ഞത് 21 ഓഗസ്റ്റ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൻ്റെ അലോട്ട്മെൻറ്റ് വരും. 22 മുതൽ 31 വരെയാണ് നിങ്ങൾ കോളേജിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈമുള്ളത്. അപ്പോൾ ഫ്രീസ് എടുത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, 22 31 എന്ത് ചെയ്യണം, നിങ്ങൾ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ആ സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. ഇനി വേറൊരു ഓപ്ഷൻ വെച്ചാൽ ഫ്ലോട്ട് എടുത്തവർക്ക് MCCയുടെ ഒപ്പം CE കൊണ്ടുവരുന്നത് വെച്ചാൽ സ്റ്റേറ്റ് കൗൺസിലിങ്ങും കൂടെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CEയുടെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് വരുന്നത് 27 ഓഗസ്റ്റ് നിങ്ങളുടെ റൗണ്ട് 1 ഫൈനൽ അലോട്ട്മെൻറ്റ് വരും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നാൽ നിങ്ങൾക്ക് കോളേജിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം 28 മുതൽ 5 സെപ്റ്റംബർ വരെ. അപ്പോൾ നിങ്ങൾ ഫ്ലോട്ട് കൊടുത്ത ആൾക്കാർ, MCCയിൽ ഫ്ലോട്ട് കൊടുത്തവർക്ക് CEയുടെ അണ്ടറിൽ വേറൊരു സീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ പോയി ചേരാം. അതിലൊരു ഓപ്ഷൻ നമ്മുടെ MCC ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. MCCയുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടുക വെച്ചാൽ നിങ്ങൾക്ക് CEയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. CEയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യുക, 28 മുതൽ 5 ഉള്ളിൽ ആ കോളേജിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ ഈ 2026 MCC CE റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ കോളേജിൽ കൊണ്ടുപോകണമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ
എന്തൊക്കെയാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഫ്രീസാണ് ചൂസ് ചെയ്യണമെങ്കിൽ ഫിസിക്കലായിട്ട് കൊണ്ടുവരേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അലോട്ട്മെൻറ്റ് ലെറ്റർ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല. നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തിരിക്കുക. ഓക്കെ, രണ്ടാമത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, നീറ്റ് എക്സാമിൻ്റെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്. മൂന്നാമത് നിങ്ങളുടെ റാങ്ക് കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ കാർഡാണ് മൂന്നാമത് ഉദ്ദേശിക്കുന്നത്. നാലാമത് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. അഞ്ചാമത് 10th സർട്ടിഫിക്കറ്റ്. 6ഉം 7ഉം 10+2 സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രണ്ടിനും ഒരു സർട്ടിഫിക്കറ്റാണ്. നമ്മൾ എന്ത് ചെയ്യുക, +2 സർട്ടിഫിക്കറ്റും SSLC സർട്ടിഫിക്കറ്റും. എട്ടാമത് 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സെയിം ആസ് അഫിക്സ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ഫോം. നിങ്ങളിത് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുത്ത അതേ ഫോട്ടോ നിങ്ങളുടെ ഒരു 8 പാസ്പോർട്ട് സൈസ്. അത് 8ൽ കൂടുതൽ എടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല, 8എങ്കിലും എടുക്കാൻ ശ്രമിക്കുക. 8 എന്തായാലും നിർബന്ധമായിട്ട് വേണം. അത് 12 അയച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ആധാറാണോ, ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, പാസ്പോർട്ടാണോ, നിങ്ങളൊരു വാലിഡ് ആയിട്ടുള്ള ID കാർഡ്. ഇനി NRIക്കാർക്ക് അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇപ്പോൾ NRI ആപ്ലിക്കേഷൻ ലിയറാണെങ്കിൽ അവർക്ക് വേണ്ട, റിസർവേഷൻ ലിയറാണെങ്കിൽ അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇനി ബാക്കി SC STക്കാരാണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഇനി OBCക്കാരാണെങ്കിൽ OBC NCLൻ്റെ സെൻട്രൽ ലിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ്. EWS ആണെങ്കിൽ EWS എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്. ഫിസിക്കൽ ഡിസബിലിറ്റിക്കാരാണെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റിയുടെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിട്ടാണ് നിങ്ങൾ കോളേജിലേക്ക് പോകേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്ററാണ് ഇപ്പോൾ ഇതിൽ ഡൗട്ട് വരിക. അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നാലാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് കിട്ടുക. അത് എന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.